നിങ്ങളുടെ വീട്ടിലേക്ക് വന്നിട്ടുള്ള അതിഥിയെ പോലെ കാണണം. കാരണം നാളുകളിൽ നിങ്ങളുടെ വീട്ടിലേക്ക് ചെകുത്താന്റെ റോളോടുകൂടി ഒരു മാരകമായിട്ടുള്ള രോഗം വന്നു കഴിഞ്ഞാൽ, ഈ സമരത്തെ അതിഥിയായി നിങ്ങൾ സ്വീകരിച്ചു കഴിഞ്ഞാൽ, ആ അതിഥി നിങ്ങൾക്ക് നൽകുന്ന ഉപകാരം ചെറുതായിരിക്കും. കാരണം മെഡിക്കൽ കോളേജ് എന്ന് പറയുന്നത് ഒരു വലിയ സംവിധാനമാണ്. ആ സംവിധാനം യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, ആ സംവിധാനം യാഥാർത്ഥ്യമായി ഉക്കിനടക്കയിൽ വന്നു കഴിഞ്ഞാൽ, കോട്ടയം മെഡിക്കൽ കോളേജ് നിങ്ങൾ കണ്ടിട്ടില്ലേ? കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്താ സംഭവിച്ചിട്ടുള്ളത്? 7 കരൾ മാറ്റ ശസ്ത്രക്രിയ നടത്തിയിട്ടുള്ള കോട്ടയം മെഡിക്കൽ കോളേജ്. അങ്ങനെ കേരളത്തിന് തന്നെ കോട്ടയം മെഡിക്കൽ കോളേജ് വലിയ മാതൃക കാണിച്ചിട്ടുണ്ട്. അതേപോലെ കേരളത്തിലുടനീളം കൃത്യമായിട്ടുള്ള മാറ്റം മെഡിക്കൽ കോളേജ് സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടുണ്ട്. ഗുരുതരമായിട്ടുള്ള രോഗങ്ങളായിട്ടുള്ള വൃക്ക മാറ്റിവെക്കൽ, കരൾ മാറ്റിവെക്കൽ പോലെയുള്ള ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾക്ക് അത്യാധുനിക ചികിത്സ നൽകാൻ എല്ലാം സജ്ജമായിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജിന് സാധിക്കും. അങ്ങനെയായാൽ എന്താ ഗുണം? നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളുടെ ഉമ്മയ്ക്ക്, നിങ്ങളുടെ ഉപ്പയ്ക്ക്, നിങ്ങളുടെ അച്ഛന്, നിങ്ങളുടെ അമ്മയ്ക്ക്, നിങ്ങളുടെ സഹോദരന് ഏതെങ്കിലും തരത്തിൽ ഒരു വൃക്ക രോഗമോ കരൾ രോഗമോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? 30 ലക്ഷം രൂപ വേണം കരൾ മാറ്റിവെക്കാൻ. 30 ലക്ഷം രൂപ ആവശ്യമുണ്ട്. 25 ലക്ഷം രൂപ കരൾ മാറ്റിവെക്കാൻ വേണം. ഏറിപ്പോയാൽ കുറഞ്ഞാൽ 22 ലക്ഷം രൂപ വേണം. എവിടെ നിന്നുണ്ടാക്കും ഈ പൈസ? സാധാരണക്കാരന്റെ അവസ്ഥ എന്താ? അവൻ എവിടെ നിന്ന് ഇത് സമ്പാദിക്കും?